കൊള്ളാം. ആ അമ്മേ, ഛായ. ബാല, ആരത്? എന്താ രാവിലെ പരിപാടി? ആരാടാ? ഞാനേ ഇവിടെ 2 തെങ്ങിടാൻ പോവാ. ഓ, രാവിലെ കുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോയി വല്ല പണിയെടുത്ത് ജീവിച്ചുവിടാ. കഴിഞ്ഞ മിസ്റ്റർ നായർ, രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊടുക്ക്. ആ ചേച്ചിയുടെ ഇടി വാങ്ങാതെ. വയസ്സ് കുറേ ആയല്ല, കുണുകുണുകുണൂന്ന് പറഞ്ഞ കൊല്ലം കൊണ്ട് നടക്കണം. അല്ലിടൂ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് വേണം കുറച്ച് നല്ല മീൻ മേടിക്കാൻ. നിങ്ങൾക്ക് മീൻ വേണോ? വേണ്ട, ഇന്നലെ അവൻ ഇറച്ചി കൊണ്ടുവന്നിരുന്നു. ഓ, അത് നല്ലതാ. മീനിന്റെ ഇപ്പൊ എന്താ വില. ഇറച്ചിയാ നല്ലത്. എടാ, നീ കല്യാണത്തിന് വരുന്നില്ലേ? നമ്മളില്ലാതെ എന്ത് കല്യാണം? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ആരുടെയാടാ കല്യാണം? അയാളുടെ ആയിരിക്കും, എനിക്കറിയാമല്ലോ. നീയല്ലേ കല്യാണത്തിന് പോവാൻ നിൽക്കുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞ. ചുമ്മയോ? ഓ, നിന്റെ ഒക്കെ ഒരു ഭാഷ. എടാ, പിന്നെ ഞാനൊരു 100 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളെ നായരേട്ടാന്ന് വിളിക്കാൻ പാടില്ലെന്ന്. അമ്മേ, നായരെ എന്ന് വിളിക്കുന്ന അയാൾക്ക് ഇഷ്ടമാണ്. ബഹുമാന പുരസ്കാരം ഞാൻ നായരേട്ടാന്ന് വിളിക്കും. നായരെ എന്ന് വിളിച്ചിട്ട് ഞാൻ കുരുത്തക്കെടുന്ന് മേടിക്കണല്ലോ. പ്രകാശ, എന്തായി അമ്മന്റെ കല്യാണം തീരുമാനിച്ചോ? അത് നടക്കും തോന്നല്ല. ഇന്നലെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതൊക്കെ നടക്കൂടാ, അവക്ക് നല്ലതേ വരും. ഞാൻ പറയട്ടെ, ജെറി വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവന്റെ വിളിക്കാം. ആ ഡോക്ടറെ വിടില്ലേ, അവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഈ കൊലത്തിലാണ് പറഞ്ഞേ. നീ അതിന് ചായ കുടിക്കണെന്തിനാന്ന്? വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറണം. ഞാൻ പറഞ്ഞ വഴിക്ക് ജെറി വിളിച്ചേ. എപ്പോ പോണം? ദേ ഇപ്പൊ പോവാണ്. ആണോ? മതിയത് വാ. അമ്മ പോയിട്ടാ. നല്ല കോമഡിയാണ് ഇപ്പൊ വീട്ടില്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്താ. എനിക്കും തോന്നാറുണ്ട്. അപ്പൊ ആ അമ്മുന്റെ സ്റ്റാൻഡ് എന്താണ്? അവൾക്ക് അവനെ കെട്ടി മതി എന്ന് പറയണേ. കെട്ടിച്ചു കൊടുക്കണതാണ് നല്ലത്, കെട്ടിയിടുന്നതാണെന്ന് അമ്മ. വീടും സ്ഥലം വെക്കണ്ടെന്നില്ല, എന്തേത് കൊടുക്കില്ലെന്ന് അച്ഛൻ. അവിടെ ഒരു ലോജിക് കുറവുണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാത്തിനും ലോജിക്കുണ്ടല്ലേ? എനിക്ക് ചിരി വരുന്നേ നിന്റെ ആരും ഓർത്തിട്ടാ. നിന്റെ അയനയുടെ കാര്യം വീട്ടിലറിഞ്ഞാണ്ടല്ല, നിന്നെ നിർത്തി കത്തിക്കും. ഓ, അതിനുള്ളിൽ എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം കേട്ടാ. എനിക്കൊരു പേരെടുക്കണം. ഉണ്ടാക്കാം. ഈ കാർ കച്ചവടം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കില്ല കേട്ടാ. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പരിപാടി എന്തെങ്കിലും പിടിക്കണം. ഈ കാർ കൊടുത്തതിന് 25,000 രൂപ കിട്ടും. ഒരു മാസം നമ്മൾ 3 കാർ കൊടുക്കുന്നു. അപ്പൊ ആളാം വീതം 25-30 ദിവസം കിട്ടും. എങ്ങോട്ട്? കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഇത് ആദിത്യാണ്. എടാ, നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി കയറ്റായിരിക്കും. നീ നോക്കിക്കോ, എല്ലാം ശരിയോ? ഓ, എന്ത് പതിവാ വള്ളികള്. ഇതെന്താ പറയണത്? ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട പറയോ. ഇത് നോക്കിട്ട് കാര്യമില്ല, നോക്കണ്ടാന്ന്. വട്ട എനിക്കില്ല, അവർക്ക്. ഇത് കഥയില്ലാത്ത കഥയാണപ്പാ. ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. ദുബായിലൊരു ജോലി ശരിയാവുന്നുണ്ട്, നിനക്ക് നോക്കണോ? നമ്മുടെ രാജേഷിപ്പ അവിടെ ആണല്ലോ. അവിടെ പോയി കുറച്ചാൾ ജോലി എടുത്താൽ ലൈഫ് സെറ്റിൽ ആവുന്നേ. ഇവന്റെ കൂടെ പഠിച്ച ഒരുത്തല്ലേ, സ്കൂളിൽ വെച്ച ഒരു അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ. അവനിപ്പോ എത്ര ശമ്പളം എന്നറിയോ? 72,000 ഫ്ലാറ്റും. അതൊക്കെ നിന്നിപ്പ പറയണേ. ഇപ്പൊ പറഞ്ഞാലെന്താ, നിനക്ക് കേട്ടൂടെ? രാവിലെ അവന് തണ്ടാൻ ഇറങ്ങിക്കുള്ളൂ.